പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തോട് അനുബന്ധിച്ച് വിവാഹങ്ങൾ മാറ്റിവെച്ചെന്ന പ്രചാരണം തെറ്റെന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ്. സുരക്ഷയുടെ ഭാഗമായി സമയക്രമത്തിൽ മാത്രമാണ് മാറ്റം, മറിച്ചുള്ള പ്രചാരണം വ്യാജമെന്നും ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി എം മനോജ് ചേരുന്നു. മനോജ്, വലിയ കോലാഹലം ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. അതായത് നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശിക്കുന്നത് കൊണ്ട് അവിടെ നടത്താനിരുന്ന വിവാഹങ്ങളെല്ലാം മാറ്റിവെച്ചു എന്ന രീതിയിലായിരുന്നു പ്രചരണം. പക്ഷേ ഇപ്പോഴിതാ കൃത്യമായി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ശ്രീ വിനയൻ എന്താണ് സത്യം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മനോജ്? തീർച്ചയായും അനിൽ നമ്പ്യാർ, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണമാണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കാനിരുന്ന വിവാഹങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കേണ്ടി വന്നതെന്നും പലരും അവിടെ നിന്നും തങ്ങളുടെ വിവാഹം അന്ന് നടത്തണ്ട എന്ന് തീരുമാനിച്ചു എന്നൊക്കെ വലിയ തരത്തിലൊരു പ്രചരണം നടന്നിരുന്നു. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുള്ള കെ.പി. വിനയൻ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ വിവാഹങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അല്ലാതെ വിവാഹങ്ങൾ മാറ്റിവെക്കുവാൻ ഒരു കാരണവശാലും ആവശ്യപ്പെട്ടിട്ടില്ല. വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന് പ്രചരിക്കുന്നതൊക്കെ തന്നെ തെറ്റാണ് എന്നുള്ള തരത്തിലും ഒരു വിവാഹ സംഘം പോലും കല്യാണം മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഒരാളോടും വിവാഹം മാറ്റിവെക്കണമെന്ന് ദേവസ്വവും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ തന്നെ പല മേഖലയിൽ നിന്നും വരുന്നതാണ്. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം രണ്ടാം തവണയാണ് ഈ അടുത്തിടെ പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അത്തരമൊരു സന്ദർശനത്തെ പല രീതിയിലും ഇരു മുന്നണികളും ഭയക്കുന്നു എന്നതിൽ അതിന്റെ കൂടെ തെളിവാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടെ പടച്ചുവിടുന്നത്. എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം 17-ാം തീയതിയാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുക. അന്നേ ദിവസം രാവിലെയാണ് പ്രധാനമന്ത്രി ഈ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാനും അതുപോലെ മനോജ്, നരേന്ദ്രമോദിയെ മാത്രമല്ല സുരേഷ് ഗോപിയെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ക്യാമ്പയിൻ, വലിയൊരു പ്രചരണമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഈ സമയക്രമത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം, അതിലാരെങ്കിലും അസൗകര്യം അല്ലെങ്കിൽ അതിലാരെങ്കിലും വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതിന് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന വിശദീകരണം എന്താണ്? നിലവിൽ ഇതുവരെ ഒരു വിവാഹ സംഘങ്ങളും ഇത്തരത്തിൽ സമയക്രമീകരണം വരുത്തിയതിൽ അവരുടെ ഭാഗത്തുനിന്നും ഒരു വിഷമം അറിയിച്ചിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയെ അടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലൊരു കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിലൊരു കല്യാണം അവിടെ നടക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെ ഒരു പ്രവർത്തനം കൂടെ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നതാണ് സത്യം. കാരണം ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജമായുള്ള ഈ ഒരു പ്രചാരണങ്ങൾ വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ദേവസ്വം ഭാരവാഹികൾ കൂടെ തങ്ങളുടെ വിശദീകരണം നൽകുന്നത്. ആ വിശദീകരണം കൃത്യമായും ഈ പ്രചരണങ്ങളൊക്കെ തള്ളിക്കളയുന്നത് തന്നെയാണ്. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കാനിരുന്ന ഒരു വിവാഹവും ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല. അത് മാറ്റിവെക്കുകയും ഇല്ല എന്നുള്ള കാര്യമാണ് ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ BJP നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു കാര്യത്തിലോട്ടല്ല പോയിട്ടുള്ളത്. കൃത്യമായും സമയക്രമീകരണം ആവശ്യമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആയതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി തന്നെ വിവാഹ സംഘങ്ങളൊക്കെ തന്നെ പാസ് എടുത്ത് ഉള്ളിൽ കയറേണ്ടി വരും എന്നുള്ള കാര്യം. കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം അനുവദിക്കുന്ന പാസ് ധരിച്ചു വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അത് കൃത്യമായും ഒരു സുരക്ഷാ ക്രമീകരണത്തിന്റെ കാര്യം കൂടിയാണ്. അതിലാണ് ഇത്തരം ഒരു പ്രചരണം ഉണ്ടാക്കി വലിയ തരത്തിൽ സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് സന്ദേശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത്. ഇത് ചില മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരമൊരു വിശദീകരണം കൂടെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും വന്നതിൽ പിന്നെ ഈ ഒരു പ്രചരണങ്ങൾക്ക് ഒരു വില പോലും കൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്
BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി 17-ാം തീയതി തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കും വരുമ്പോൾ വലിയ തരത്തിലൊരു സ്വീകരണം തന്നെയാണ് നാടൊട്ടാകെ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ തന്നെ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങളും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അരുണത്യ, മനോജ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുഭവനപുരിയിൽ എത്ര സമയം തങ്ങുന്നുണ്ട്? മാത്രമല്ല, ഈ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും അനന്തർ, ബുധനാഴ്ച 6-നും 9-നും മധ്യേയുള്ള വിഭാഗങ്ങളാണ് സമയക്രമീകരണം നടത്തി അന്നേ ദിവസം സമയം കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ തന്നെ 48 വിഭാഗങ്ങളാണ്. അതിൽ പുലർച്ചെ 5-നും 6-നും മധ്യയാക്കിയാണ് ഈ വിഭാഗങ്ങൾ മാറ്റിവെച്ചെടുക്കുക. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എത്തുന്ന സമയം കൃത്യമായും മനോജ് ഒരു നിമിഷം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ചേരുന്നു. പ്രഫുൽ, ഈ പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തോട് അനുബന്ധിച്ച് വലിയ വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന രീതിയിൽ പ്രചരണം. നരേന്ദ്രമോദിയെയും അതുപോലെ സുരേഷ് ഗോപിയെ ലാക്കാക്കി ആണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണം അഴിച്ചുവിട്ടത്. പക്ഷേ ഇപ്പോൾ ഇതാ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി ഈ സമയക്രമത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്, അല്ലാതെ വിവാഹങ്ങൾ റദ്ദാക്കിയിട്ടില്ല എന്നും പറയുന്നു. ക്ഷമിക്കണം, പ്രഫുൽ അല്ല, PK കൃഷ്ണദാസാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ കൃഷ്ണദാസ്. അതെ, അതായത് ഈ നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനത്തോടനുബന്ധിച്ച് നടക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം, അത് ഗുരുവായൂർ ആയാലും അത് തൃശ്ശൂരായാലും കേരളത്തിന്റെ ഏത് സ്ഥലത്തായാലും അത് ആരെയിലെയോ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മോദിജി കേരളത്തിലേക്ക് വരുന്നത് പലരെയും ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം മോദിയെ സ്വീകരിക്കാൻ, മോദിയെ കാണാൻ, മോദിയുടെ പ്രസംഗം കേൾക്കാൻ, അതുപോലെ മോദി കേരളത്തിൽ വരുന്നു എന്നുള്ളതിന്റെ പേരിൽ പോലും വളരെ ആവേശം കൊള്ളുന്ന ഒരു വലിയൊരു ജനസമൂഹം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ വലിയ ഒരു അന്തരീക്ഷം തന്നെ, രാഷ്ട്രീയ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുക. പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം മോദിജിയുടെ വരവോടുകൂടി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതാണ് പലരെയും ഭയപ്പെടുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ സന്ദർശനത്തോടനുബന്ധിച്ച് വിവാഹങ്ങൾ മാറ്റിവെക്കുന്നു, അതുപോലെ തന്നെ സാധാരണ ഭക്തന്മാരുടെ ദർശനത്തിന് വിലക്കേർപ്പെടുത്തുന്നു. ഈ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ദേവസ്വം തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വിവാഹവും റദ്ദ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആരെയും അവരുടെ ദർശനത്തിന് നിഷേധിക്കുകയുമില്ല. മറിച്ച് ഈ വിവാഹത്തിന് ചില സമയത്തിന് ഒരു ക്രമീകരണം മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം, ഗുരുവായൂർ സന്ദർശനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് ചവറ്റുകൊട്ടയിൽ പോലും നിൽക്കാനുള്ള വിലയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുരുവായൂരിൽ ഒരു വിവാഹവും റദ്ദ് ചെയ്തിട്ടില്ല, സാധാരണക്കാരുടെ സന്ദർശനം മാറ്റിവെച്ചിട്ടില്ല, എല്ലാം സാധാരണ നിലയിൽ തന്നെ നടത്തും. നരേന്ദ്രമോദിജിയും ഗുരുവായൂർ ദർശനം നടത്തും, അദ്ദേഹം ഉണ്ണിക്കണ്ണനെ കാണും, അതേപോലെ തന്നെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കും. സുരേഷ് ഗോപി തൃശ്ശൂരിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ അംഗീകാരം, അത് നമ്മുടെ മറിച്ച് എതിരാളികളെ വല്ലാണ്ട് വേവലാതിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കള്ളപ്രചരണം എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അല്ല, ശ്രീ PK കൃഷ്ണദാസ്, ഈ മറ്റൊരു ആക്ഷേപം, അതായത് പ്രധാനമന്ത്രി എന്തിന് അടിക്കടി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ കഴിഞ്ഞ ആഴ്ചയല്ലേ അദ്ദേഹം വന്നത്, പിന്നെ എന്തിനാണ് വീണ്ടും അദ്ദേഹം വരുന്നത് എന്ന രീതിയിലൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം. അതെ, അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ ഷിപ്പ്യാർഡിൽ കേരളത്തിനും അതുപോലെ രാജ്യത്തിനും3-4 പദ്ധതികൾ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്.
അത് നമ്മുടെ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കേരളത്തിലാണുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഷിപ്പ്യാർഡുമായി അനുബന്ധിച്ച് കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ സ്വാഭാവികമായിട്ടും എറണാകുളത്ത് തന്നെയാണ് പ്രഖ്യാപിക്കപ്പെടേണ്ടത്. അതോടനുബന്ധിച്ച് ഗുരുവായൂരില് അദ്ദേഹം ദർശനം നടത്തുന്നു. അതേപോലെ തന്നെ അവിടെ ഒരു സമൂഹ വിവാഹം നടക്കുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നു. സ്വാഭാവികമായിട്ട് അതിനെന്താ തെറ്റ്? അപ്പൊ അടിക്കടി പ്രധാനമന്ത്രിക്ക് ഒരു സംസ്ഥാനത്ത് പോകാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. അതുമായി ബന്ധപ്പെട്ട സന്ദർശനം നടക്കും. അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കും. അതിനെന്താ ഇപ്പം വലിയ വേവലാതിപ്പെടേണ്ട ആവശ്യം എന്താ ഉള്ളത്? അവിടെ ഈ വരവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് പലരും ഭയപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്രസക്തമായിട്ടുള്ള അപ്രസക്തമായ ചോദ്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും എല്ലാം ഉന്നയിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചതിന്. താങ്കൾ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഭയക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണത്തിന് പിന്നിൽ. BJP ദേശീയ നേതാവ് പി കെ കൃഷ്ണദാസാണ് പ്രതികരിച്ചത്. ഞാൻ വീണ്ടും മനോജിലേക്ക് പോവുകയാണ്. മനോജ്, തുടരാം. ഈ സമയക്രമത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം, ഈ കല്യാണം നേരത്തെ ആക്കി എന്നുള്ളതാണ്. 5 മണി തൊട്ട് 6 മണി വരെ ഉള്ള സമയമാക്കി മാറ്റി. ആ മുഹൂർത്തത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും അടുത്ത വ്യാജ പ്രചരണങ്ങൾ വരാൻ സാധ്യത. നമ്പ്യാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിവാഹ സംഘങ്ങളും ഇപ്പോൾ ഈ മുഹൂർത്തത്തെ പറ്റിയിട്ടുള്ള ഒരു ആശങ്കയും അറിയിച്ചിട്ടില്ല. എന്തായാലും ഇത്തരത്തിലൊരു സമയക്രമീകരണം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സുരക്ഷാ നടപടിയാണ്. പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോഴുള്ള തിരക്ക് കാരണം അത്തരത്തിലേക്ക് സമയക്രമങ്ങൾ മാറ്റുകയായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായും ദർശനത്തിന് വലിയ തടസ്സമില്ലാത്ത രീതിയിലാണ് ഈ സമയക്രമങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി രാവിലെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തി കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങുക. അതുവരേക്കും അത്രയും സമയം അതേ സുരേഷ് ഗോപിയുടെ മകളുടെ ഒരു വിവാഹം നടക്കുന്ന സമയം തന്നെ അടുത്തുള്ള കല്യാണ പന്തലുകളിൽ മറ്റ് വിവാഹങ്ങളും നടക്കും. മനോജ്, ഒരു നിമിഷം മനോജ്. മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരനും ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ കുമ്മനം രാജശേഖരൻ, പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള കള്ളപ്രചരണം. പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ സമയക്രമത്തിൽ മാറ്റം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ, കല്യാണങ്ങളൊന്നും റദ്ദാക്കിയിട്ടില്ല എന്ന്. എന്തായിരിക്കാം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിന് പിന്നിൽ ശ്രീ കുമ്മനം? ഈ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം എപ്പോഴും ഒരു വിവാദത്തിൽ കുടുക്കി ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ശക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് എപ്പോഴും ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നു എന്നുള്ള വാർത്ത കിട്ടിയപ്പോൾ മുതൽ എതിരായിട്ടുള്ള വളരെയേറെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തവരാണ് പച്ച നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് ആശയം കൊണ്ട് മോഡിയെ നേരിടാനാവില്ല. കേരള സന്ദർശനം എപ്പോഴും വലിയ ജനവികാരം ഉണർത്തുന്ന, ജനമനസാക്ഷി ഉണർത്തുന്ന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വരവും. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത് കണ്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന, മറ്റൊന്നും തന്നെ പറയാനില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി കണ്ട് കള്ളപ്രചരണം നടത്തുന്നവരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. ഇപ്പോൾ തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ രംഗത്ത് വന്ന് ഉള്ള സത്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പ്രചരണങ്ങൾ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടും കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ടൊന്നും മോഡിയുടെ പ്രഭ എടുത്താനോ അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തെ അട്ടിമറിക്കാനോ തുരങ്കം വെക്കാനോ ആർക്കും സാധ്യമല്ല. വളരെയധികം നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചതിന്. താങ്കൾ പറഞ്ഞത് പോലെ ആശയം കൊണ്ട് നേരിടാൻ ആവുന്നില്ല, അതുകൊണ്ടാണ് കുപ്രചരണങ്ങൾക്ക് പിറകെ ഇക്കൂട്ടർ പോകുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ശരി. ഞാൻ ഒരിക്കൽ കൂടി മനോജിലേക്ക് പോവുകയാണ്. മനോജ്, തുടരാം.
നമ്പ്യാർ ഇത്തരത്തിൽ സമയക്രമീകരണം വരുത്തിയിട്ടുള്ളത് ഈ വിവാഹം നടക്കുന്നതിന് മുമ്പുള്ള, അതായത് മുഴുവനായുമുള്ള വിവാഹങ്ങൾ വെളുപ്പിന് 6 മണിക്ക് ഉള്ളിൽ തന്നെ നടത്തുകയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന പന്തലിൽ അതിനടുത്തുള്ള മറ്റു പന്തലുകളിൽ കൂടെ വിവാഹങ്ങൾ അതേസമയം നടക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ വിവാഹ സംഘങ്ങളൊന്നും തന്നെ ഇതുവരെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളോട് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം പലരും ഭയക്കുകയാണ്. കാരണം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനവും. അതോടൊപ്പം തന്നെ കേരളത്തിലൊരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള, അതായത് കഴിഞ്ഞ ഒരു തൃശ്ശൂരിലെ തന്നെ ആ റോഡ് ഷോയും മഹിളാ സമ്മേളനവും ഒക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുമെന്നതിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാകാം ഇത്തരത്തിലൊരു കുപ്രചരണങ്ങൾ ഒരു ഭാഗത്തു നിന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. മനോജ്, ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എത്ര സമയം അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്? അദ്ദേഹം ഏകദേശം 1 മണിക്കൂർ നേരമാണ് ഗുരുവായൂരിലെ സമയക്രമം ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും രാവിലെ 7 മണിയോടുകൂടി 7:30 അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അവിടെ നിന്നും ദർശനത്തിന് ശേഷമാകും ഇത്തരത്തിൽ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ സമയമാണ് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി ചെലവഴിക്കുക. യെസ്, പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തോടനുബന്ധിച്ച് വിവാഹങ്ങൾ മാറ്റിവെച്ചെന്ന പ്രചാരണം തെറ്റുന്ന ഗുരുവായൂർ ദേവസ്വം സുരക്ഷയുടെ ഭാഗമായി സമയക്രമത്തിൽ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. മറിച്ചുള്ള പ്രചാരണം വ്യാജമാണെന്ന് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ വിനയൻ വ്യക്തമാക്കിയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികരിച്ചത് ശ്രീ കുമ്മനം രാജശേഖരൻ, BJP നേതാവ് ശ്രീ PK കൃഷ്ണദാസ്.